നമസ്കാരം. പ്രശസ്ത ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രീൻ കൊൽക്കത്തയിൽ വെച്ച് നടത്തിയ ചില വെളിപ്പെടുത്തലുകളിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ ചിലയിടങ്ങളിൽ തീവ്രവാദ ചിന്തകളും മതവിദ്വേഷവും വളർത്തപ്പെടുന്നുവെന്ന ആശങ്കയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ആധുനിക സമൂഹത്തിന് ആവശ്യമായ ശാസ്ത്രീയവും തുല്യതയിലൂന്നിയതുമായ വിദ്യാഭ്യാസത്തിന് പകരം കുട്ടികളിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന സമ്പ്രദായങ്ങൾക്കെതിരെ ശക്തമായ നിയന്ത്രണങ്ങൾ വേണമെന്ന ആവശ്യം രാജ്യവ്യാപകമായി ഉയരുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിൻ്റെയും വരും തലമുറയുടെയും സുരക്ഷയാണ് പ്രധാനമെന്ന BJPയുടെ ആശയങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ. മതമൗലികവാദികളുടെ ഭീഷണികൾക്കും നീണ്ട 19 വർഷത്തെ നാട് കടത്തലിനും വിരാമമിട്ടാണ് എഴുത്തിന്റെ ലോകത്തെ ധീരവനിത തസ്ലീമ നസ്രീൻ കൊൽക്കത്തയുടെ പ്രിയപ്പെട്ട മണ്ണിലേക്ക് തലയെടുപ്പോടെ തിരിച്ചെത്തിയത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേരിട്ടെത്തിയാണ് അവർക്ക് ഊഷ്മളമായ സ്വീകരണവും സുരക്ഷാ ഉറപ്പുകളും നൽകിയത്. മുൻകാലങ്ങളിൽ ഭരണകൂടങ്ങളുടെ പ്രീണന രാഷ്ട്രീയത്തിനിരയായി നഗരത്തിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട ഒരു എഴുത്തുകാരിക്ക് അതേ മണ്ണിൽ ലഭിച്ച ഈ മാന്യമായ സ്വീകരണം ബംഗാളിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും പുനരുജ്ജീവനമാണ് വിലയിരുത്തപ്പെടുന്നത്. ആശയ സ്വാതന്ത്ര്യത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയ ഫാസിസ്റ്റ് പ്രവണതകൾക്ക് എതിരെയുള്ള ശക്തമായൊരു തിരിച്ചുവരവായി മാറുകയാണ് ഈ സന്ദർശനം. രാജ്യത്തിൻ്റെ സുരക്ഷയെയും സമാധാന അന്തരീക്ഷത്തെയും ബാധിക്കുന്ന വിവിധ ഘടകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മദ്രസകളിലെ പാഠ്യപദ്ധതികളും അവിടുത്തെ പ്രവർത്തന രീതികളും ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ഏത് തരത്തിലുള്ള ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്നത് അവരുടെ ഭാവി ജീവിതത്തെയും അതുവഴി സമൂഹത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. പല പ്രദേശങ്ങളിലും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യാതൊരുവിധ ഔദ്യോഗിക നിയന്ത്രണങ്ങളുമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാജ്യസ്നേഹവും ഭരണഘടനയോടുള്ള കൂറും വളർത്തേണ്ട വിദ്യാലയങ്ങൾക്ക് പകരം ചില കേന്ദ്രങ്ങളിൽ സങ്കുചിത ചിന്തകളും മറ്റു മതങ്ങളോടുള്ള അസഹിഷ്ണുതയും കുത്തിവെക്കപ്പെടുന്നുണ്ടെന്ന ആരോപണം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രീൻ കൊൽക്കത്ത സന്ദർശന വേളയിൽ ഉന്നയിച്ച കാര്യങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അവർ പല മദ്രസകളും തീവ്രവാദ ചിന്താഗതികൾ വളർത്തുന്ന കേന്ദ്രങ്ങളായി മാറുന്നുണ്ടെന്ന് തുറന്നടിച്ചിരിക്കുകയാണ്. കുട്ടികളെ ചൂഷണം ചെയ്യുന്നതും തെറ്റായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങളിൽ കണ്ണടയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ രാജ്യത്തിന് വലിയ ആപത്താണ് വരുത്തിവെക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട് എന്നത് മാറ്റത്തിന്റെ ആവശ്യകതയാണ് കാണിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാകേണ്ടതുണ്ട്. ഇസ്ലാം വിഭാഗങ്ങൾക്കായി പ്രത്യേക വിദ്യാഭ്യാസ രീതികളും നിയമങ്ങളും തുടരുന്നത് സമൂഹത്തിൽ വലിയ അസമത്വങ്ങൾക്കും വേർതിരിവുകൾക്കും കാരണമാകുന്നു. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആധുനികവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ബാധ്യത കൂടിയാണ്. ഏതെങ്കിലും ഇസ്ലാം വിഭാഗത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തിന്റെ പൊതുവായ സുരക്ഷയും കുട്ടികളുടെ ഭാവിയും പണയപ്പെടുത്തുന്ന നയങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. മദ്രസകളെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമാക്കി മാറ്റുകയോ കർശന സർക്കാർ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയോ ചെയ്യേണ്ടത് എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായി ന്യൂനപക്ഷ പ്രീണന നയങ്ങൾ നടപ്പിലാക്കുകയും പല സാമൂഹിക തിന്മകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സമീപനങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പുരോഗതിയാണ് പിന്നോട്ട് നയിച്ചത്. മത തീവ്രവാദത്തെയും മൗലികവാദത്തെയും വോട്ടിനായി സംരക്ഷിക്കുന്ന രീതി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കനത്ത ആഘാതമാണ്. രാഷ്ട്രീയം എന്തുതന്നെയായാലും രാജ്യസുരക്ഷയ്ക്കാണ് എപ്പോഴും മുൻഗണന നൽകേണ്ടത്. ജനങ്ങളുടെ പിന്തുണ മാത്രം ലക്ഷ്യമിട്ട് രാജ്യത്തെ വെട്ടിമുറിക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതികൾ പലപ്പോഴും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ പോലും നിരീക്ഷണത്തിന് വിധേയമാകാറുണ്ട്. കൃത്യമായ സർക്കാർ മേൽനോട്ടമോ ഓഡിറ്റിങ്ങോ ഇല്ലാത്ത ഇത്തരം കേന്ദ്രങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളുടെ താവളങ്ങളായി മാറുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിർത്തി മേഖലകളിൽ നടക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ മേൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താനും ആവശ്യമെങ്കിൽ അവയെ പൂർണ്ണമായും മുഖ്യധാരാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ലയിപ്പിക്കാനും ഭരണകൂടം തയ്യാറാകേണ്ടതുണ്ട്.
ഇന്നത്തെ ആധുനിക ലോകത്ത് കുട്ടികൾക്ക് ലഭിക്കേണ്ടത് ശാസ്ത്രീയവും പുരോഗമനാത്മകവുമായ വിദ്യാഭ്യാസമാണ്. എന്നാൽ ചില സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസം അവരെ പുറം ലോകവുമായി സംവദിക്കാൻ കഴിയാത്ത വിധം സങ്കുചിതരായി മാറ്റുന്നു. കുട്ടികളുടെ ശരിയായ മാനസികവും ബൗദ്ധികമായ വളർച്ചയ്ക്ക് മതേതരമായ അന്തരീക്ഷത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. മതപരമായ പഠനങ്ങൾക്കൊപ്പം തന്നെ ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും മറ്റ് ലൗകിക വിഷയങ്ങളും കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്നത് അവരുടെ ഭാവി തൊഴിൽ സാധ്യതകളെയും ബാധിക്കുന്നു. ഈ ചൂഷണങ്ങളിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇന്ത്യയിൽ ഒരു രാജ്യം ഒരു നിയമം എന്ന ആശയം നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് തസ്ലീമ നസ്രീൻ ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. മതം, ജാതി, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൗരന്മാർക്ക് വ്യത്യസ്ത നിയമങ്ങൾ തുടരുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കാനാവില്ല. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരേ നിയമം ബാധകമാക്കുന്ന ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് വഴി ലിംഗസമത്വവും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ സാധിക്കും. വ്യക്തി നിയമങ്ങളുടെ പേരിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനും ഇത് സഹായിക്കും. BJP എക്കാലത്തും ശക്തമായി വാദിക്കുന്ന ഈ ഒരു നിലപാട് രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. രാജ്യത്ത് സമാധാനവും ഐക്യവും നിലനിർത്താൻ ഓരോ പൗരനും ദേശീയ ബോധം ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ്. സങ്കുചിത ചിന്തകളും പ്രാദേശിക താല്പര്യങ്ങളും മാറ്റി നിർത്തി രാജ്യത്തെ ഒന്നായി കാണുന്ന സംസ്കാരമാണ് വളർന്നു വരേണ്ടത്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാം മത വിഭാഗത്തിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് പകരം മുഴുവൻ ഭാരതീയരുടെ ഉന്നമനമാണ് ഭരണാധികാരികൾ ലക്ഷ്യമിടേണ്ടത്. സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിൽ മാത്രം രാജ്യം മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ ഇത്തരം വിഭജനമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ സ്വാഭാവികമായും ഇല്ലാതാകും. രാജ്യത്ത് നടക്കുന്ന ഇത്തരം സുപ്രധാന വിഷയങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് മാധ്യമങ്ങളുടെയും ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ കൂടി തയ്യാറാകണം. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാൻ പൊതുസമൂഹവും സന്നദ്ധമാകേണ്ടതുണ്ട്. സത്യം തുറന്നു പറയാൻ ആർജവം കാണിക്കുന്നവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് രാജ്യസ്നേഹപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ചുരുക്കത്തിൽ 19 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിന്റെയും നാട് കടത്തലിന്റെയും കറുത്ത അധ്യായങ്ങൾക്ക് വിരാമമിട്ട് കൊൽക്കത്തയുടെ പ്രിയപ്പെട്ട മണ്ണിൽ തസ്ലീമ നസ്രീൻ വീണ്ടും കാലുകുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും ചരിത്രത്തിലെ സുവർണ മുഹൂർത്തമായി വേണം വിലയിരുത്താൻ. മതമൗലികവാദികളും തീവ്രവാദികളും എത്രയൊക്കെ വധഭീഷണി പുറപ്പെടുവിച്ചാലും തോക്കുകളുടെയും വാളുകളുടെയും മുനയിൽ സത്യത്തെയും ആശയ സ്വാതന്ത്ര്യത്തെയും ദീർഘകാലത്തേക്ക് മൂടിവെക്കാൻ കഴിയില്ലെന്ന് ഈ ചരിത്രപരമായ തിരിച്ചുവരവ് ലോകത്തിനു മുന്നിൽ അടിവരയിട്ട് തെളിയിക്കുകയാണ്. കൊൽക്കത്തയിലെ പ്രമുഖ സാംസ്കാരിക കേന്ദ്രമായ രവീന്ദ്ര സദനിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ ഒരു സമ്മേളനവും പൗരസ്വീകരണവും ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾക്കും മതേതര ചിന്താഗതികൾക്കും ലഭിച്ച വലിയൊരു അംഗീകാരം കൂടിയാണ്. മുൻകാലങ്ങളിൽ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും വോട്ട് ബാങ്ക് പ്രീണന നയങ്ങളുടെയും പേരിൽ മാത്രം ഒരു ധീരവനതയെ സ്വന്തം മാതൃനഗരത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ ശ്രമിച്ച കറുത്ത കാലഘട്ടത്തെ തിരുത്തിക്കുറിക്കുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. ഭയമില്ലാതെ സത്യം വിളിച്ചു പറയുന്നവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും ഈ മണ്ണ് എക്കാലത്തും ഒപ്പമുണ്ടാകുമെന്ന ശക്തമായ പ്രഖ്യാപനം കൂടിയാണ് ഈ തിരിച്ചുവരവ് നൽകുന്ന സന്ദേശം. വർഗീയതയ്ക്കും മത തീവ്രവാദത്തിനുമെതിരായ പോരാട്ടത്തിൽ ഈ ഒരു ചരിത്ര മുഹൂർത്തം കേരളത്തിലും ബംഗാളിലും മാത്രമല്ല രാജ്യത്തുടനീളവും വലിയൊരു രാഷ്ട്രീയ സാംസ്കാരിക ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എഴുത്തുകാരുടെയും ചിന്തകരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെയും ഭരണകൂടങ്ങൾ കേവലം പ്രീണന രാഷ്ട്രീയത്തിനപ്പുറം ദേശീയ സുരക്ഷയ്ക്കും മനുഷ്യത്വത്തിനും മുൻഗണന നൽകേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് ഈ സംഭവങ്ങൾ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വരും നാളുകളിൽ സമാധാനവും തുല്യതയും നീതിയും മാത്രം നിലനിർത്തുന്ന ഒരു നവഭാരത നിർമ്മിതിക്ക് ഇത്തരം സാംസ്കാരിക പ്രതിരോധങ്ങളും ശക്തമായ ഭരണപരമായ തീരുമാനങ്ങളും ഏറെ അത്യന്താപേക്ഷിതമാണ്. ഭയത്തിന്റെ കോട്ടകൾ തകർന്നെറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറുന്ന ഇത്തരം പോരാട്ടങ്ങൾ സമൂഹത്തിന് എക്കാലത്തും വലിയ പ്രചോദനമായി നിലനിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വിരാമമിട്ട് തുല്യതയിലും ശാസ്ത്രീയതയിലും അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം രാജ്യത്തുടനീളം നടപ്പിലാക്കാൻ സർക്കാരുകൾ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഏകീകൃത സിവിൽ കോഡും കർശനമായ സർക്കാർ നിയന്ത്രണങ്ങളും വഴി മാത്രമേ സമാധാനപൂർവ്വവും പുരോഗതി പ്രാപിച്ചതുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കൂ. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ
ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.